ഹലോ കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം കണ്ടാലോ? എന്നത്തെയും പോലെ ഞായറാഴ്ച ഞാൻ ക്ലാസ്സിന് ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞാൻ ബസ് കാത്തു നിന്ന്, ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറി. ഇവിടുന്ന് കുറച്ച് ദൂരം പോകണേ, കുറച്ച് നല്ലോണം ദൂരം പോകണം. പിന്നെ ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നേ. ബാക്കിലൊക്കെ ഇരുന്നാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുവേ, ബസ്സിൽ കയറിയാൽ ഞാൻ ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. അങ്ങനെ ക്ലാസ്സിലെത്തി. ചെന്ന ഉടനെ ഒരു ലൈം സോഡ കുടിച്ചേ. ലൈം സോഡയും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ റോളും കഴിച്ച്. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ കുറച്ച് സമയം പറഞ്ഞിരുന്നു. കൂട്ടുകാരൊക്കെ അപ്പോഴേക്ക് എത്തിയേ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേന് എല്ലാവരും ഹായ് പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ വേറൊരു വഴിക്ക് പോയി. എപ്പോൾ കണ്ടാലോ? എല്ലാ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടീസുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാവേ. ഇതേ നമ്മുടെ കുട്ടീസുകളെല്ലാം ഓരോരുത്തരുടെ ഫോണും നോക്കി ഇരിക്കുകയാണ്, കണ്ടില്ലേ? ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയെ. ബാക്കിയുള്ളവരെ എല്ലാവരും ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ അച്ഛൻ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇപ്പം കാണിച്ചു തരാവേ. പിന്നെ ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി, വേറെ ഒരു അനിയത്തി, രണ്ടാമത്തെ അനിയത്തി. അനിയത്തിയുടെ മകളെയാണ് അവിടെ കണ്ടേ. ഇതാണ് എൻ്റെ അമ്മ. അമ്മയാണേ മൂത്തയാൾ. പിന്നെ അമ്മയുടെ അമ്മേനെ കാണാം. അമ്മയുടെ അമ്മ ഇതാ ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുക. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കനകത്ത് വേണ്ടുന്നതൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ കണ്ടാലോ? നല്ല അടിപൊളി മീൻ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ കൂടെ ഇത് കുടിവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മീനിൻ്റെ കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് കപ്പയാണേ. പിന്നെ കുറച്ച് കറികളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഓരോ കറികളായിട്ട് ഞാൻ പറഞ്ഞു തരാവേ എന്തൊക്കെയാണ്. അപ്പം നമുക്ക് കറികളിലേക്ക് പോയാലോ? നല്ല അടിപൊളി ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ ചാറുണ്ട്. പിന്നെ വേറെ ഐറ്റം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പയർ, വൻപയർ പോലത്തെയാണ്. അതായത് നമ്മുടെ പച്ചപ്പയറിൻ്റെ ഉള്ളിലെ പയറാണത്. പിന്നെ ഇപ്പം അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു പൂജാ റൂം കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ വീടിൻ്റെത് ഇത് ചെറിയൊരു പൂജാ റൂമാണ്. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഉണ്ണിക്കണ്ണനും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വീട് ചെറുതായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് പുറത്തേക്കുള്ളതാണ്. ഇവിടെ മെയിൻ റോഡാണ്, എപ്പോഴും വണ്ടി പോവും. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാവേ. അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ എൻ്റെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരെ, ഓക്കെ, ബൈ ബൈ.